ഹോളിവുഡ് നടനും തിരക്കഥാകൃത്തും സംവിധായകനും വ്യവസായിയുമായിരുന്ന തോമസ് ബെർലി ഓർമ്മയായി. 93 വയസ്സായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ കുരിശിങ്കൽ കുടുംബാംഗമാണ്. ദീർഘകാലമായി മത്സ്യസംസ്കരണ കയറ്റുമതി രംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹോളിവുഡ് നടൻ എന്ന നിലയിലും ശ്രദ്ധേയൻ. ഫോർട്ട് കൊച്ചിയിൽ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രക്ഷോഭങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രസിദ്ധമായ കുരിശിങ്കൽ കുടുംബത്തിൽ 1932 സെപ്റ്റംബർ 1 തോമസ് ബെർലിയുടെ ജനനം. മുൻ കൗൺസിലർമാരായ KJ ബെർലിയുടെയും ആനി ബെർലിയുടെയും മകൻ. ഫോർട്ട് കൊച്ചിയിലും എറണാകുളത്തുമായിരുന്നു വിദ്യാഭ്യാസം. ചെറുപ്പം മുതലേ കലാസാഹിത്യ രംഗത്തും അഭിനയത്തിലും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. മലയാള സിനിമയുടെ പ്രാരംഭകാലത്ത് ശ്രദ്ധിക്കപ്പെട്ട തിരമാല എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് ബെർലി 1953 ചലച്ചിത്ര ലോകത്തേക്ക് വന്നത്. കൊച്ചി ചെല്ലാനത്തെ വിമൽകുമാർ ആയിരുന്നു സംവിധായകൻ. ഈ ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച തോമസ് ബെർലിയുടെ കൂടെ പ്രധാന വില്ലനായി വേഷമിട്ടത് പിന്നീട് മലയാള സിനിമയിൽ തിളങ്ങുന്ന നക്ഷത്രമായ സത്യനായിരുന്നു. ഗാനങ്ങൾ ചെയ്ത വിമൽകുമാറിന്റെ പ്രധാന സഹായി ബാബുരാജായിരുന്നു. തിരമാല പുറത്തിറങ്ങി 2ാം വർഷം തോമസ് ബെർലി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ചലച്ചിത്ര പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. അവിടെ നിന്ന് സിനിമാ പഠനം പൂർത്തിയാക്കിയ ശേഷം നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. കൗബോയ് ചിത്രങ്ങളിലും അവിടുത്തെ ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിക്കുവാൻ അവസരം കിട്ടി. വാർണർ ബ്രദേഴ്സിന്റെ ഇഷ്ടനടന്മാരിൽ ഒരാളായിരുന്നു. ഫ്രാങ്ക് സിനാത്ര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നെവർ സോ ഫ്യൂ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചു. ഫ്രാങ്ക് സിനാത്ര, ജീന ലോലോ ബ്രിജിഡ, സ്റ്റീവ് മക്വിൻ എന്നിവരുമായി അടുത്ത സൗഹൃദം പുലർത്തി. ഹോളിവുഡിൽ മായ എന്നൊരു ചിത്രം കുട്ടികൾക്കായി പുറത്തിറക്കി. ഒരു ചിത്രത്തിനു വേണ്ടി കഥ എഴുതുവാനും അവസരം ലഭിച്ചു. ചിത്രരചനയിലും തൽപരനായിരുന്ന ബെർലി രചിച്ച ഗാലിയൻ എന്ന ചിത്രം രാജ്യാന്തര ചിത്രരചനാ പ്രദർശനത്തിലും ഇടം നേടി. 70കളിൽ കൊച്ചിയിൽ തിരിച്ചെത്തി മത്സ്യക്കയറ്റുമതി വ്യവസായിയായി. ഏറെ വൈകാതെ വീണ്ടും സിനിമയിൽ ആകൃഷ്ടനായി. 1973 ഇത് മനുഷ്യനോ എന്ന സിനിമ സംവിധാനം ചെയ്തു. മലയാളത്തിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു എന്ന ഗാനം ഈ സിനിമയിലേതാണ്. 1985 പ്രേം നസീറിനെ നായകനാക്കി വെള്ളരിക്കാപട്ടണം എന്ന സിനിമ സംവിധാനം ചെയ്തു. വെള്ളരിക്കാപട്ടണത്തിന്റെ നിർമ്മാണവും തിരക്കഥാ സംഭാഷണവും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നതും തോമസ് ബെർലിയായിരുന്നു. സിനിമാ ജീവിതം വിഷയമാക്കി എഴുതിയ ഹോളിവുഡ് ഒരു മരീചിക ഉൾപ്പെടെ 4 പുസ്തകങ്ങൾ രചിച്ചു. ബിയോണ്ട് ദ ഹാർട്ട് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരവും തന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി ഫ്രാഗ്രന്റ് പെറ്റൽസ് എന്ന ഗദ്യകവിതയും പ്രസിദ്ധീകരിച്ചു. ഓ കേരള എന്ന പേരിൽ ഒരു കാർട്ടൂൺ ബുക്കും പുറത്തിറക്കി. മാജിക്, വയലിൻ, മാൻഡലിൻ, വാദനം തുടങ്ങിയ മേഖലകളിലും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഭാര്യ സോഫി തോമസ്, മക്കൾ ടാനിയ എബ്രഹാം, തരുൺ കുരിശിങ്കൽ, ടാമിയ ജോർജ്, മരുമക്കൾ എബ്രഹാം തോമസ്, ജോർജ് ജേക്കബ്.